ഡൽഹിയിലെ ജന്തർ മന്ദറിൽ നടക്കുന്ന പ്രതിഷേധത്തിനായിട്ട് ഓരോ നിമിഷവും ആയിരക്കണക്കിന് പ്രതിഷേധക്കാരാണ് ഇവിടേക്ക് എത്തുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് ജന്തർ മന്ദർ നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ്. ഇവിടേക്ക് പ്രവേശിക്കുന്നതിനായിട്ട് വരിവരിയായിട്ട് ഈ പ്രതിഷേധക്കാർ ഇവിടെ കാത്തു നിൽക്കുകയാണ്. എത്ര വൈകിയാലും ജന്തർ മന്ദറിന് അകത്തോട്ട് കയറിയും പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട് മാറാൻ വേണ്ടിയിട്ടാണ് രാജ്യതലസ്ഥാനത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ആളുകൾ എത്തിച്ചേരുന്നത്. എന്തായാലും വലിയ തിരക്കാണ് ഇതിനോടകം തന്നെ ഈ രാജ്യതലസ്ഥാനത്ത് അനുഭവപ്പെടുന്നത്. പ്രത്യേകിച്ചും ജന്തർ മന്ദറിൽ അകത്തോട്ട് കയറി ഈ CJP വക്താക്കളെ കാണുന്നതിനും അതോടൊപ്പം തന്നെ പ്രതിഷേധം അറിയിക്കുന്നതിനുമായിട്ടാണ് ഇവർ ഇങ്ങനെ ഈ വരിയായിക്കൊണ്ട് നിൽക്കുന്നത്. കിലോമീറ്ററുകളോളം പുറകിലേക്ക് ഈ വരി മാറിയിരിക്കുകയാണ് എന്നുള്ളതാണ്. ക്യാ कहना चाहता हूँ ये प्रोटेस्ट के बारे में? ഇത്തരത്തിൽ നിരവധി ആളുകൾ ഇതിനോടകം തന്നെ വലിയ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട് എത്തുന്നുണ്ട്. क्या कहना चाहता हूँ? प्रोटेस्ट में जितने भी लोग आए हैं सब इस्तीफ़ा चाहते हैं धर्मेंद्र प्रधान का, और जल्दी से जल्दी इस्तीफ़ा दे दे तो देश सुरक्षित हाथों में रहेगा और देश को आज़ादी दोबारा मिलेगी BJP जब हटेगी तो. ഇങ്ങനെ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്നുള്ളൊരു ആവശ്യം തന്നെയാണ് ഇവർക്കൊക്കെയും ഉള്ളത്. എല്ലാ ആളുകളും ഈ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇവിടെ ഈ വരിയുടെ ഭാഗമായിട്ട് ഇവിടെ നിൽക്കുന്ന. क्या कहना चाहते हैं? बट टर्मिनेशन चाहते हैं हम. टर्मिनेशन एजुकेशन के लिए जो हुआ है, हमारे नीट का पेपर लीक हुआ है, हर साल ये प्रॉब्लम हो रही है. आप देखो हमारी कितनी मेहनत होती है. आप देखो, आप सोच सकते हो, अभ्यास कर सकते हो. हम 18 घंटे पढ़ते हैं एजुकेशन के लिए, बस आए. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്നുള്ള തന്നെയാണ് ഈ ആളുകൾ ഇപ്പോഴും പറഞ്ഞു വെക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും, വലിയ തോതിൽ ആളുകൾ ഇപ്പോൾ ഇവിടെ കൂട്ടം കൂടി നിൽക്കുകയാണ്. വലിയ തോതിലുള്ള ജനക്കൂട്ടം ഇങ്ങോട്ടേക്ക് ഇരമ്പി എത്തുന്നതും നമുക്ക് കാണാൻ സാധിക്കും. പ്രധാനമന്ത്രിക്കെതിരെയും ധർമ്മേന്ദ്ര പ്രധാനെതിരെയുമുള്ള പ്ലക്കാർഡുകൾ അടക്കം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ യുവാക്കൾ സമരവേദിയിൽ സജീവമാകുന്നത്. കഴിഞ്ഞ 4 ദിവസമായിട്ട് പ്രതിഷേധക്കാരുടെ ഒരു കുത്തൊഴുക്ക് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. എന്തായാലും ജന്തർ മന്ദറിലേക്ക് കയറുന്നതിനാണ് ഇത്തരത്തിൽ ആളുകൾ വലിയ തോതിൽ ക്യൂ നിന്നുകൊണ്ട് ഇവിടെ കാത്തിരിക്കുന്നത്. ഓരോ സമയത്തും നിരവധി ആളുകൾ, അതായത് ഓരോ മേഖലകളിൽ നിന്നായിട്ട്, രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്നായിട്ടാണ് ആളുകൾ ഇവിടേക്ക് ഒഴുകിയെത്തുന്നത്. അതിൻ്റെ നേർചിത്രങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. എത്ര വൈകിയാലും, അതായത് അർദ്ധരാത്രി ആയാൽ പോലും തങ്ങൾ ഇതിനകത്തേക്ക് കയറി തങ്ങളുടെ പ്രതിഷേധം അറിയിച്ചതിന് ശേഷം മാത്രമേ ഇവിടെ നിന്ന് മുന്നോട്ട് പോകൂ എന്നുള്ളതാണ് ഈ പ്രതിഷേധക്കാർ മുന്നോട്ട് വെക്കുന്നത്. ധർമ്മേന്ദ്ര പ്രധാന് രാജിവെക്കണം. കഴിഞ്ഞ ദിവസങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് നേരെയുണ്ടായിട്ടുള്ള അതിക്രമവുമായി ബന്ധപ്പെട്ട ഡൽഹി പോലീസും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരും മാപ്പ് പറയണം എന്നീ ആവശ്യങ്ങളാണ് ഇവർക്ക് പ്രധാനമായിട്ടുമുള്ളത്. എന്തായാലും നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധി ആയിട്ടുള്ള ആളുകളാണ് ഇവിടേക്ക് എത്തുന്നത്. അതിൻ്റെ നേർചിത്രങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഡൽഹിയിൽ നിന്നും അമൽ ജോണിനോടൊപ്പം റഷീദ് ബിൻ മുഹമ്മദ്, മീഡിയ.